നമസ്കാരം. കമ്മസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ 10ാം ക്ലാസ് ബോർഡ് എക്സാമിന് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററായ സോളിഡ്സ്, അതിലെ പ്രധാനപ്പെട്ട ഇക്വേഷൻസും 5 മാർക്കിൻ്റെ ചോദ്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. 4 പ്രധാനപ്പെട്ട സോളിഡ്സ് ആണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. 1 സ്ക്വയർ പിരമിഡ്, 2 കോൺ, 3 സ്പിയർ, 4 ഹെമിസ്പിയർ. ഇതിൽ വേണ്ട എല്ലാ ഇക്വേഷൻസും നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നു. നോക്കാം. സ്ക്വയർ പിരമിഡ്. സ്ക്വയർ പിരമിഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബേസിൻ്റെ ഷേപ്പ് സ്ക്വയറും എന്നാൽ മേളിൽ കൂർത്തിരിക്കുന്ന ഒരു ഭാഗമുണ്ട്, ഒരു വെർട്ടെക്സ്, അതിനെ അപ്പെക്സ് എന്നാണ് പറയുന്നത്. 4 ട്രയാങ്കിൾസ് ചേർന്നതാണ് അതിൻ്റെ ലാറ്ററൽ ഫേസ്. ആ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത ഐസോസെലസ് ട്രയാങ്കിൾസ് ആണ്. ഇനി ഒരു സ്ക്വയർ പിരമിഡിന് ബേസ് എഡ്ജ് ഉണ്ട്, അതായത് സ്ക്വയർ ആ സൈഡാണ് ബേസ് എഡ്ജ്. ഹൈറ്റ് ഉണ്ട്, അതായത് ബേസ് എഡ്ജ് തൊട്ട്, അതായത് ബേസിൻ്റെ സെൻറ്റർ പോയിൻ്റ് തൊട്ട് അപ്പെക്സ് വരെയുള്ള ഡിസ്റ്റൻസ്, അതായത് ടോപ്പ് വെർട്ടെക്സ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ഹൈറ്റ്. ബേസിൻ്റെ പകുതിയും പിന്നീട് സ്ലാൻ ഹൈറ്റ്, അതുകൂടാതെ ലാറ്ററൽ എഡ്ജുണ്ട്. നമുക്ക് ഈ ബേസിൻ്റെ പകുതിയും ഹൈറ്റും സ്ലാൻ ഹൈറ്റും തമ്മിൽ ഒരു ബന്ധമുണ്ട്. ആ ഇക്വേഷൻ പൈതഗോറസ് തിയറി ഉപയോഗിച്ച് ഇവിടുന്ന് പറയാൻ പറ്റും. അതായത് ഏറ്റവും വലിയ സൈഡിൽ ഡോട്ട് ഇട്ടിരിക്കുന്ന ശ്രദ്ധിക്കുക, എൽ. ആ എൽ b/2 എച്ച്, ഇവ തമ്മിലുള്ള റിലേഷനാണ് എൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് b/2 സ്ക്വയർ. അതുപോലെ തന്നെ ഒരു ട്രയാങ്കിൾ ഫേസിങ് എടുത്താൽ അവിടെയും ഒരു ഇക്വേഷനുണ്ട്, ഇ സ്ക്വയർ. കാരണം ഇ എന്നത് ലാറ്ററൽ എഡ്ജ് ആണ്, ഓർത്ത് വെക്കുക. ഇ എന്നാൽ ലാറ്ററൽ എഡ്ജ്. എൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ലാൻ ഹൈറ്റ് ആണ്. എൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ലാൻഡ് ഹൈറ്റ്. b/2 ബേസിൻ്റെ പകുതി, സ്ലാൻ ഹൈറ്റ് ഇ. ഇതിൽ ഏറ്റവും വലുത് ഇ ആണ്. അപ്പോൾ ലാറ്ററൽ എഡ്ജ് കാണാനുള്ള ഇക്വേഷൻ ഇ സ്ക്വയർ ഇസ് ഈക്വൽ ടു എൽ സ്ക്വയർ പ്ലസ് b/2 സ്ക്വയർ. ഇതുകൂടാതെ അതിൻ്റെ സർഫസ് ഏരിയ, ഒരു സ്ക്വയർ പിരമിഡിൻ്റെ ലാറ്ററൽ സർഫസ് ഏരിയ എന്നത് 4 ട്രയാങ്കിൾസിൻ്റെ ഏരിയ ആണ്. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ ഇങ്ങനെയുണ്ട്, എൽ ഇസ് ഈക്വൽ ടു 2bl. ടോട്ടൽ സർഫസ് ഏരിയ ബി സ്ക്വയർ പ്ലസ് 2bl. ബേസിൻ്റെ ഏരിയയും കൂടെ, ബേസിൻ്റെ ഷേപ്പ് സ്ക്വയർ ആയതുകൊണ്ട് അതിൻ്റെ ഏരിയ ബി സ്ക്വയർ പ്ലസ് ലാറ്ററൽ സർഫസ് ഏരിയ 2bl. ലാസ്റ്റ് ഇക്വേഷൻ സ്ക്വയർ പിരമിഡിലെ വോളിയം. വോളിയം എന്നത് 1/3 ബി സ്ക്വയർ എച്ച്. ഈ ബി സ്ക്വയർ എച്ച് നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുണ്ട്. സ്ക്വയർ പ്രിസത്തിൻ്റെ വോളിയമാണ് ബി സ്ക്വയർ എച്ച്. അതിൻ്റെ 1/3 വോളിയം ഓഫ് സ്ക്വയർ പിരമിഡ്. അപ്പോൾ ഇത്രയും ഇക്വേഷൻസ് ഇതിനകത്ത് നിറഞ്ഞിരിക്കുക. എൽ സ്ക്വയർ ഇസിക്കൽ ടു എച്ച് സ്ക്വയർ പ്ലസ് b/2 സ്ക്വയറിൽ തന്നെ നമുക്ക് 3 ഇക്വേഷൻസ് ഉണ്ടാക്കാം. ഒരെണ്ണം എച്ച് സ്ക്വയർ ഇസിക്കൽ ടു എൽ സ്ക്വയർ മൈനസ് b/2 സ്ക്വയർ, b/2 സ്ക്വയർ ഇസ് ഈക്വൽ ടു എൽ സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ. അതുപോലെ തന്നെ ഇവിടെയുണ്ട്, എൽ സ്ക്വയർ കാണണമെങ്കിൽ ഇ സ്ക്വയറിൽ നിന്ന് b/2 സ്ക്വയർ കുറയ്ക്കണം, b/2 സ്ക്വയർ കാണണമെങ്കിൽ ഇ സ്ക്വയറിൽ നിന്ന് എൽ സ്ക്വയർ കുറയ്ക്കണം. എപ്പോഴും ഓർക്കേണ്ട കാര്യം എൽ എച്ച് ബി, അതിനകത്ത് ഏറ്റവും വലുത് എൽ. അതുപോലെ തന്നെ ഇ എൽ ബി, അതിൽ ഏറ്റവും വലുത് ഇ. അപ്പോൾ ഇ കാണണമെങ്കിലും കൂട്ടണം, എൽ കാണണമെങ്കിലും കൂട്ടണം. അപ്പോൾ ഈ ഇക്വേഷൻസ് നന്നായിട്ട് പഠിച്ചു വെക്കുക സ്ക്വയർ പിരമിഡിൻ്റെ ഭാഗത്ത് നിന്ന്. അടുത്തത് കോൺ. കോൺ എന്നത് ഒരു സർക്കിളിൽ നിന്ന് ഒരു സെക്ടർ കട്ട് ചെയ്തെടുത്ത് അത് മടക്കി കഴിയുമ്പോൾ കിട്ടുന്ന ഷേപ്പാണ് കോൺ. അതിൻ്റെ അടിയിൽ ഒരു സർക്കിളും കൂടെ ഫിറ്റ് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ കോൺ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഈ സെക്ടറിൻ്റെ റേഡിയസ് അല്ലെങ്കിൽ സർക്കിളിൻ്റെ റേഡിയസ്, നമ്മളൊരു വലിയ സർക്കിൾ കട്ട് ചെയ്യുന്നുണ്ടല്ലോ, അതിൻ്റെ റേഡിയസ് ആണ് എൽ. ഓർക്കുക, സെക്ടറിൻ്റെ റേഡിയസിനെ എൽ എന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് കോണാക്കി മാറ്റി കഴിയുമ്പോൾ അത് സ്ലാൻ ഹൈറ്റ് ഓഫ് ദി കോണായിട്ട് മാറും. അതുകൊണ്ടാണ് ആ നീളം എൽ എന്ന് സൂചിപ്പിക്കുന്നത്. ഇനി ആർ എന്നത് എടുക്കുന്നത് ബേസ് റേഡിയസ് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ റേഡിയസ് ഓഫ് ദി കോൺ. കോണിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് റേഡിയസ്, അതായത് ആർ. ഇവ തമ്മിലുള്ള ബന്ധം, ഇവിടെ സെൻട്രൽ ആംഗിൾ ഉണ്ട് എക്സ്. സെൻട്രൽ ആംഗിൾ എന്ന് വെച്ചാൽ സെക്ടർ കട്ട് ചെയ്തെടുക്കുന്ന ആ സെക്ടറിൻ്റെ ആംഗിളാണ് സെൻട്രൽ ആംഗിൾ ഓഫ് ദി സെക്ടർ.
അതിനെ എക്സ് എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ ഒരു ഇക്വേഷൻ ഇവിടെ പഠിച്ചു വെക്കാം നമുക്ക്. ഇത് മൂന്നും കൂടെ കണക്ട് ചെയ്ത് എക്സ് എൽ ആർ, അതായത് എക്സ് ബൈ 360 ഈസ് ഈക്വൽ ടു ആർ ബൈ എൽ. ഇക്വേഷൻ ഇതാണ്, എക്സ് ബൈ 360 ഈസ് ഈക്വൽ ടു ആർ ബൈ എൽ. രണ്ടാമതൊരു ഇക്വേഷനാണ് സി എസ് എ കാണാൻ, അതായത് കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദി കോൺ. ഈ കോണിൻ്റെ, അതായത് ഒരു തൊപ്പി ഉണ്ടാക്കിയെന്ന് വെക്കുക, ഇതുപോലെ കോൺ ഷേപ്പിലുള്ള, അപ്പോൾ അതിൻ്റെ ചുറ്റുമുള്ള ഭാഗമല്ലേ ഉള്ളൂ, അതിൻ്റെ ഏരിയ കാണാൻ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയും, പൈ ആർ എൽ. ഏറ്റവും എളുപ്പമുള്ളൊരു ഇക്വേഷനാണ് പൈ ഇൻറ്റു ആർ ഇൻറ്റു എൽ. ടോട്ടൽ സർഫസ് ഏരിയ ആകുമ്പോൾ താഴത്തെ സർക്കിളും കൂടിയായി, അപ്പോൾ പൈ ആർ സ്ക്വയറും കൂടെ വരും. പൈ ആർ സ്ക്വയർ പ്ലസ് പൈ ആർ എല്ലാണ് ടോട്ടൽ സർഫസ് ഏരിയ. വോളിയമാണ് കാണേണ്ടതെങ്കിൽ 1/3 പൈ ആർ സ്ക്വയർ എച്ച്. എങ്ങനെയാണ് ഇക്വേഷൻ കിട്ടുന്നതെന്ന് പറയാം. സിലിണ്ടറിൻ്റെ വോളിയം നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചതാണ്, ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്, അതായത് പൈ ആർ സ്ക്വയർ ഇൻറ്റു എച്ച്. ഒരു 1/3 കൂടെ ഇട്ട് കഴിഞ്ഞാൽ വോളിയം ഓഫ് കോണായി. അപ്പോൾ സിലിണ്ടറിൻ്റെ വോളിയത്തിൻ്റെ 1/3 ആണ് കോണിൻ്റെ വോളിയം, സ്ക്വയർ പ്രിസത്തിൻ്റെ 1/3 ആണ് സ്ക്വയർ പിരമിഡിൻ്റെ വോളിയം. അപ്പോൾ ഇത് ഓർത്തിരിക്കുക. പിന്നെ ചിലർക്ക് ഡൗട്ട് വരുന്നതാണ് ഈ പൈ വരുന്ന സിറ്റുവേഷൻ. പൈ വരുന്നത് സർക്കിളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഇക്വേഷൻസിനും പൈ ഉണ്ടായിരിക്കും. അപ്പോൾ ഓർക്കേണ്ടത് കർവ്ഡ് സർഫസ് ഏരിയ പൈ ആർ എൽ, ടോട്ടൽ സർഫസ് ഏരിയ പൈ ആർ സ്ക്വയർ പ്ലസ് പൈ ആർ എൽ, വോളിയം 1/3 പൈ ആർ സ്ക്വയർ എച്ച്. അപ്പോൾ നമുക്കിനി അടുത്തത് സ്പിയർ. സ്പിയറിനകെ 2 ഇക്വേഷൻസേ ഉള്ളൂ. സ്പിയർ എന്നത് ഒരു ഗോളം എന്ന് പറയും, അതായത് അതിനൊരു റേഡിയസ് മാത്രമാണുള്ളത്. റേഡിയസ് കൂടുന്നതനുസരിച്ച് അതിൻ്റെ വലിപ്പം കൂടും. ഇപ്പോൾ സർഫസ് ഏരിയ എന്നാണ് അതിന് പറയുക ഈ ഭാഗത്തെ. അപ്പോൾ ബോളിൻ്റെയൊക്കെ വെളിയിലുള്ള ആ ഭാഗമാണ് സർഫസ് ഏരിയ. അപ്പോൾ അത് പെയിൻറ്റ് ചെയ്യണമെങ്കിലുള്ള ഏരിയ എന്ന് ചോദിച്ചാൽ സർഫസ് ഏരിയ. അപ്പോൾ 4 പൈ ആർ സ്ക്വയർ. ഇത് ഓർത്തിരിക്കാൻ ഒരു എളുപ്പ വഴി, ഒരു സർക്കിളിൻ്റെ ഏരിയയുടെ 4 ഇരട്ടിയാണ് സ്പിയറിൻ്റെ ഏരിയ. സർഫസ് ഏരിയ ഓഫ് ദി സ്പിയർ ഇസ് ഈക്വൽ ടു 4 പൈ ആർ സ്ക്വയർ. വോളിയം കാണാൻ 4/3 പൈ ആർ ക്യൂബ്. 4/3 പൈ ആർ ക്യൂബ്. ഇവിടെ ഒരു കോണിൻ്റെ വോളിയം 1/3 പൈ ആർ സ്ക്വയർ എച്ച് ആണ്. അതേ വോളിയം ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഒരു സ്പിയർ, അതിനകത്ത് ഒരു കോൺ, ഈ കോണിൻ്റെ 4 ഇരട്ടിയുണ്ട് ഈ സ്പിയറിൻ്റെ വോളിയം. കാരണം റേഡിയസ് ആർ, ഹൈറ്റ് ആർ. ഇതിൻ്റെ വോളിയം എന്ന് പറയുമ്പോൾ 1/3 പൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ, അതായത് 1/3 പൈ ആർ ക്യൂബ് എന്ന് വരും. 4 ഇരട്ടിയായി, അപ്പോൾ 4/3 പൈ ആർ ക്യൂബ്. അതാണ് വോളിയം ഓഫ് സ്പിയർ. അടുത്തത് ഹെമിസ്പിയർ. ഹെമിസ്പിയറിന് കർവ്ഡ് സർഫസ് ഏരിയ, അതായത് ഇത് മുറിച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും, ഈ ചുറ്റും പുറമേ ഉള്ളത് അവിടെയാണ് കർവ്ഡ് സർഫസ് ഏരിയ 2 പൈ ആർ സ്ക്വയർ. മേളിലും കൂടെ ആയി കഴിയുമ്പോൾ അത് ടോട്ടൽ സർഫസ് ഏരിയ ആയി. അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ എന്നത് 3 പൈ ആർ സ്ക്വയർ. ഈ ഷേപ്പ് ഓർത്തിരിക്കുക, ഒരു നാരങ്ങയുടെ മുറിച്ച ഭാഗം, അതാണ് ഹെമിസ്പിയറിൻ്റെ ഒരു എക്സാമ്പിൾ. അപ്പോൾ സി എസ് എ എന്നത് 2 പൈ ആർ സ്ക്വയർ, ടോട്ടൽ സർഫസ് ഏരിയ 3 പൈ ആർ സ്ക്വയർ. വോളിയം കാണാൻ ഇതിൻ്റെ പകുതി 4/3 പൈ ആർ ക്യൂബിൻ്റെ പകുതിയാണ് 2/3 പൈ ആർ ക്യൂബ്. ഇവിടെ ഒരു 2 ഇക്വേഷൻ എക്സ്ട്രാ, ഒരു ഇക്വേഷൻ കൂടെ എക്സ്ട്രാ വരുന്നുണ്ട്. കാരണം എന്താണ്, കർവ്ഡ് സർഫസ് ഏരിയ 2 പൈ ആർ സ്ക്വയർ, ഇതിൻ്റെ നേർ പകുതി. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ മേളത്തെ സർക്കിളൂടെ വരും, അതുകൊണ്ടാണ് 3 പൈ ആർ സ്ക്വയർ. വോളിയം 2/3 പൈ ആർ ക്യൂബ്. ഇത്രയും ഇക്വേഷൻസ് ആണ് സോളിഡ്സ് എന്ന ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക, എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മൾ നേരെ ചെയ്യാൻ പോകുന്നത് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. എ സോളിഡ് സിലിണ്ടർ മെയ്ഡ് ഓഫ് വാക്സ് ഈസ് എ ബേസ് റേഡിയസ് 6 സെൻറ്റിമീറ്റർ ആൻഡ് ഹൈറ്റ് 12 സെൻറ്റിമീറ്റർ. ഒരു സോളിഡ് സിലിണ്ടർ ഓഫ് വാക്സ്, ഒരു വലിയൊരു സിലിണ്ടറിക്കൽ വാക്സ് ഉണ്ട്, അതായത് മെഴുകുണ്ട്. അതിന് ബേസ് റേഡിയസ് 6, ഹൈറ്റ് 12. എ കോൺ ഓഫ് സെയിം റേഡിയസ് ആൻഡ് ഹൈറ്റ് ഈസ് കർവ്ഡ് ഔട്ട് ഫ്രം ദിസ്. ഇതിൽ നിന്ന് ഒരു വലിയ കോൺ ചെത്തിയെടുക്കുന്നു, അതായത് സെയിം ഹൈറ്റും സെയിം ബേസ് റേഡിയസുമുള്ള. ഈ ഫിഗറിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദിസ് കോൺ? ആ കോണിൻ്റെ വോളിയം എന്ത്? കോണിൻ്റെ വോളിയം നോക്കുക, ബേസ് റേഡിയസ് സെയിം ആണ്, അപ്പോൾ 6, ഹൈറ്റ് 12 തന്നെ. അതിൻ്റെ വോളിയം നമുക്ക് കാണാം. വോളിയത്തിൻ്റെ ഇക്വേഷൻ അറിഞ്ഞാൽ 1/3 പൈ ആർ സ്ക്വയർ എച്ച് വെച്ച് നമുക്ക് ആൻസർ കാണാം. ഹൗ മെനി ക്യാൻഡിൽസ് ഓഫ് സിലിണ്ടറിക്കൽ ഷേപ്പ്? എത്ര സിലിണ്ടറിക്കൽ ഷേപ്പ് നമുക്ക് ഉണ്ടാക്കാം? 1 സെൻറ്റിമീറ്റർ റേഡിയസ് ആൻഡ് 12 സെൻറ്റിമീറ്റർ ഹൈറ്റ്. 1 സെൻറ്റിമീറ്റർ റേഡിയസും 12 സെൻറ്റിമീറ്ററും ഹൈറ്റും ഉള്ളത്. ക്യാൻ ബി മെയ്ഡ് വിത്ത് റിമൈനിങ് വാക്സ്. അപ്പോൾ ഇത് ചെത്തിയെടുത്ത് മാറ്റി കഴിയുമ്പോൾ മിച്ചം കുറേ മെഴുക് കിട്ടുമല്ലോ. അതിൽ നിന്ന് എത്ര എണ്ണം എന്നാണ് ചോദ്യം. അപ്പോൾ ചോദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ കോണിൽ നിന്നല്ല, സിലിണ്ടറിൽ നിന്ന് കോൺ കട്ട് ചെയ്തെടുത്ത് മിച്ചമുള്ള വാക്സിൽ നിന്ന് എത്ര സിലിണ്ടറിക്കൽ ഷേപ്സ് കട്ട് ചെയ്തെടുക്കാം എന്നാണ് ചോദ്യം. അതായത് നമുക്ക് ആൻസറിലേക്ക് പോവാം.
ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ, വാട്ട് ഈസ് വോളിയം ഓഫ് ദി കോൺ? കോണിൻ്റെ വോളിയം കാണാൻ റേഡിയസും ഹൈറ്റും വേണം. ഇവിടെ റേഡിയസ് 6, ഹൈറ്റ് 12. അപ്പോൾ വോളിയം ഇസ് ഈക്വൽ ടു 1/3 πr² എന്ന ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ 1/3 ഇൻറ്റു പൈ ഇൻറ്റു ഇവിടെ ബേസ് റേഡിയസ് 6 ആയതുകൊണ്ട് 6 ഇൻറ്റു 6 ഇൻറ്റു ഹൈറ്റ് 12. ഇത് 3 വെച്ച് കട്ട് ചെയ്തു 4. 6 ഇൻറ്റു 6 36 ഇൻറ്റു 4 144 പൈ സെൻറ്റിമീറ്റർ ക്യൂബാണ് വോളിയം ഓഫ് കോൺ. ഇനി വോളിയം ഓഫ് സിലിണ്ടർ, അതെന്തിനാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ അതിൽ നിന്ന് കോൺ കുറച്ച് കഴിഞ്ഞാൽ മിച്ചമുള്ള റിമൈനിങ് വാക്സ് അറിയാം. അപ്പോൾ വോളിയം ഓഫ് സിലിണ്ടർ πr²h, ഇതിൻ്റെ 3 ഇരട്ടിയുണ്ട്. അതായത് πr²h പൈ ഇൻറ്റു 6 ഇൻറ്റു ഇവിടെയും റേഡിയസ് 6 തന്നെ. അപ്പോൾ 6 ഇൻറ്റു 6 ഇൻറ്റു ഹൈറ്റ് 12. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 432 പൈ എന്ന് കിട്ടി. അതാണ് വോളിയം ഓഫ് സിലിണ്ടർ. റിമൈനിങ് വാക്സ് കാണണം. അപ്പം വോളിയം ഓഫ് റിമൈനിങ് വാക്സ് ഇസ് ഈക്വൽ ടു 432 പൈയിൽ നിന്ന് 144 പൈ കുറയ്ക്കണം. അപ്പോൾ മൈനസ് ചെയ്ത് കഴിയുമ്പോൾ 288 പൈ സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടും റിമൈനിങ് വാക്സ്. ഇനി നമുക്ക് വേണ്ടത് എത്ര എണ്ണം ഉണ്ടാക്കാമെന്നാണ്. അതായത് ഹൗ മെനി ക്യാൻഡിൽസ് ഓഫ് സിലിണ്ടറിക്കൽ ഷേപ്പ് 1 സെൻറ്റിമീറ്റർ, 1 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ളതും ഹൈറ്റ് 12 ഉള്ളത് ക്യാൻ ബി മെയ്ഡ് വിത്ത് റിമൈനിങ് വാക്സ്. അപ്പം നമുക്ക് ആ എണ്ണം എന്ന് പറയുന്നത് അതിൻ്റെ വോളിയത്തിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതായത് πr²h ഇൻറ്റു n എന്ന് എഴുതാം. ഒരെണ്ണത്തിൻ്റെ πr²h, അങ്ങനെ n എണ്ണം, അതാണ് πr²h ഇൻറ്റു n ഇസ് ഈക്വൽ ടു 288 പൈ. അപ്പോൾ ഈ പൈ രണ്ടും ക്യാൻസൽ ആയാൽ r²h ഇൻറ്റു n എന്ന് വരും. 1 ഇൻറ്റു 1 ഇൻറ്റു 12 ഇൻറ്റു n ഇസ് ഈക്വൽ ടു 288. അപ്പോൾ n ഇസ് ഈക്വൽ ടു 288/12 ക്യാൻസൽ ചെയ്യുമ്പോൾ 24 എന്ന് കിട്ടും. അതായത് മിച്ചമുള്ള വാക്സിൽ നിന്ന് നമുക്ക് 24 മെഴുകുതിരികൾ ഉണ്ടാക്കാൻ പറ്റും. ഇതാണ് ഈ ചോദ്യത്തിൻ്റെ ആൻസർ. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ഇതും 5 മാർക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം. സെൻട്രൽ ആംഗിൾ ഓഫ് 2 സെക്ടേഴ്സ് ഓഫ് എ സർക്കിൾ 60 ഡിഗ്രി ആൻഡ് 120 ഡിഗ്രി യൂസിങ് ദീസ് സെക്ടേഴ്സ് 2 കോൺസ് ആർ മെയ്ഡ്. അപ്പോൾ 2 സെൻട്രൽ ആംഗിൾസ് 60 ഡിഗ്രി 120 ഉള്ള 2 സെക്ടേഴ്സ് എടുത്ത് കോൺ ഉണ്ടാക്കി. അതിൻ്റെ ക്വസ്റ്റ്യൻ, ഇഫ് ദ റേഡിയസ് ഓഫ് ദി സ്മോളർ കോൺ ഈസ് 5 സെൻറ്റിമീറ്റർ. ചെറിയ കോണിൻ്റെ റേഡിയസ് 5 സെൻറ്റിമീറ്റർ. ഫിഗറിൽ നോക്കുക. ചെറിയ സെക്ടറിൻ്റെ സെൻട്രൽ ആംഗിൾ 60, വലുതിൻ്റെ 120, ചെറുതിൻ്റെ ബേസ് റേഡിയസ് 5. ഇനി ഫൈൻഡ് ദ റേഡിയസ് ആൻഡ് ബേസ് ഏരിയ ഓഫ് ദി ലാർജർ കോൺ. വലിയ കോണിൻ്റെ ബേസ് റേഡിയസും ബേസ് ഏരിയയും കണ്ടുപിടിക്കാനാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഫൈൻഡ് ദ സർഫസ് ഏരിയ ഓഫ് ദി ലാർജർ കോൺ. അതിന് രണ്ടാമത്തെ കോണിൻ്റെ സർഫസ് ഏരിയയും കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് തന്ന കാര്യങ്ങൾ നോക്കുക. സെൻട്രൽ ആംഗിൾ ഉണ്ട്, റേഡിയസ് ഉണ്ട്. ഇത് രണ്ടും വെച്ച് നമ്മളെ ഇക്വേഷൻ x/360 ഈസ് ഈക്വൽ ടു r/l. എക്സ് എന്നത് സെൻട്രൽ ആംഗിൾ 60 ഡിഗ്രി. അപ്പോൾ 60/360 ഈസ് ഈക്വൽ ടു റേഡിയസ് ഇവിടെ 5 എന്ന് തന്നിട്ടുണ്ട്. ഓർക്കേണ്ടത് കോണിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് സ്മോളർ ആണ്. അപ്പോൾ അവിടെ 5/l എന്നത് സ്ലാൻഡ് ഹൈറ്റ് അല്ലെങ്കിൽ സെക്ടറിൻ്റെ റേഡിയസ്. അപ്പോൾ 5/l എന്ന് കിട്ടും. ഇവിടെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇത് 1/6 എന്നായി. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ l ഇസ് ഈക്വൽ ടു 30 എന്ന് കിട്ടും. അതായത് സെക്ടറിൻ്റെ റേഡിയസ് 30 സെൻറ്റിമീറ്റർ. അതുതന്നെയാണ് കോണിൻ്റെ സ്ലാൻഡ് ഹൈറ്റ്. ഇനി നേരത്തെ മുറിച്ച ആ സെയിം സർക്കിളിൽ നിന്നാണ് കട്ട് ചെയ്തത്. അപ്പോഴത്തേക്കും അതിൻ്റെ റേഡിയസും 30 സെൻറ്റിമീറ്റർ. അപ്പോൾ രണ്ടാമത്തിൽ നമുക്ക് ബേസ് റേഡിയസ് r കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് നോക്കുക. സെയിം ഇക്വേഷൻ x/360 ഈസ് ഈക്വൽ ടു r/l. അവിടെ എക്സിൻ്റെ സ്ഥാനത്ത് 120 എന്നിട്ടു. 120/360 ഈസ് ഈക്വൽ ടു r/l. ഇവിടെ ഇതുപോലെ 120യും 360യും കട്ട് ചെയ്താൽ 3 എന്ന് വരും. അപ്പോൾ 30 ഇപ്പുറത്തോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 30/3 10 എന്ന് കിട്ടും റേഡിയസ്. ഇവിടെ റേഡിയസ് കിട്ടി. റേഡിയസ് കിട്ടിയാൽ പിന്നെ നമുക്കിനി ചെയ്യാവുന്ന ഇതിൻ്റെ സർഫസ് ഏരിയ കാണാൻ പറ്റും. ഇവിടെ ചോദ്യം ഇതാണ്, ബേസ് ഏരിയ കാണാൻ. ബേസ് ഏരിയ കാണാൻ πr², സർക്കിളിൻ്റെ ഏരിയ മതി. അപ്പോൾ πr² എന്ന ഇക്വേഷൻ ഇട്ടാൽ പൈ ഇൻറ്റു 10², അതായത് 100 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഈ ബേസിൻ്റെ ഏരിയ. ഇനി ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ ബേസ് ഏരിയയുടെ കൂടെ കർവ്ഡ് സർഫസ് ഏരിയ πrlൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദി ലാർജർ കോൺ, ഇത് ബി ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ആൻസർ πr² പ്ലസ് πrl എന്ന ഇക്വേഷൻ ഇട്ട് കൊടുക്കുന്നു. അവിടെ പൈ ഇൻറ്റു 10² പ്ലസ് പൈ ഇൻറ്റു r എന്ന് പറയുന്നത് 10, l 30 അതിട്ടു. മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ 300 പൈ എന്നും ഇവിടെ 100 പൈ എന്നും കിട്ടും. ആഡ് ചെയ്ത് കഴിയുമ്പോൾ 400 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഈ രണ്ട് ചോദ്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം. താങ്ക് യു.